സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ, പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. സാധാരണ പാഠഭേദം തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. ഇത് അടുത്ത ആഴ്ചത്തെ പാഠഭേദമാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ്, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സബ്ജക്റ്റ് നമുക്ക് ഈ ആഴ്ചയിൽ തന്നെ ഉള്ളത് കൊണ്ട് അത് വേഗത്തിൽ ആസാദിയുടെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാമെന്ന് കരുതി. കാരണം ഒരു വാർത്ത, ആ വാർത്തയ്ക്ക് ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ പിന്നെ അത് പബ്ലിഷ് ചെയ്യുന്നതിന് പ്രസക്തിയില്ല. ഇസ്രയേലിനെ കുറിച്ചുള്ളതാണ് ഈ പ്രാവശ്യത്തെ പാഠഭേദം. ഇസ്രയേലിനെ കുറിച്ച് പലപ്പോഴും നാം പാഠഭേദങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം ലെബനനിലുണ്ടായ സംഭവങ്ങൾ, ലോകരാജ്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്ന, ശ്രദ്ധിക്കുന്ന സംഭവങ്ങൾ, ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ വളരെ വിപുലമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. ലെബനോനിലുണ്ടായ പേജർ ബോംബുകളും അതുപോലെ തന്നെ വോക്കി ബോംബുകളുമൊക്കെ പൊട്ടിത്തെറിച്ചത്. കഥകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി കേട്ടതാണ്. കഥകൾ അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നില്ല. സാധാരണ ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ട്, വീട്ടിൽ കയറി തല്ലുമെന്ന്. ഹിന്ദിയിൽ പറയും ഘർമേ ഗുസ്കെ മാരേക, അതായത് വീട്ടിൽ കയറി അടിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ തിരിച്ച് അവൻ്റെ വീട്ടിൽ കയറി തല്ലുമെന്ന് സാധാരണ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. സർജിക്കൽ സ്ട്രൈക്കൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് വരെ ലോകത്ത് ഒരു ചാരസംഘടനയും നടത്തിയിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനാണ് ഇസ്രയേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ മൊസാദാണ് അതിൻ്റെ പിന്നിലെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതിന് ഇതുവരെയും മൊസാദിൻ്റെ പക്ഷത്ത് നിന്ന് ഒരു സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ലോകത്തിന് മുഴുവൻ അറിയാം ഇത് ആരാണ് ചെയ്തതെന്ന്. ആയിരക്കണക്കിന് പേജറുകളിൽ ബോംബ് വെച്ച് ആ ബോംബുകൾ, പേജർ ബോംബുകൾ ആളുകളുടെ പോക്കറ്റിലെത്തിച്ച് പോക്കറ്റിൽ തന്നെ പൊട്ടിക്കുന്ന അനുഭവം. വീട്ടിൽ കയറി തല്ലുകയല്ല, പോക്കറ്റിൽ കയറി പൊട്ടിക്കുന്ന അനുഭവം ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇതിൻ്റെ പിന്നിൽ ഇസ്രയേലിൻ്റെ ചാരസംഘടനയാകുന്ന മൊസാദിൻ്റെ കാഞ്ഞ ബുദ്ധിയാണെന്ന് ആർക്കും പറയാതെ തന്നെ മനസ്സിലാകും. ഇങ്ങനെയുള്ള വളരെ വിചിത്രമാകുന്ന, വളരെ മനുഷ്യ ചിന്തയ്ക്ക് അതീതമാകുന്ന ഓപ്പറേഷൻസ് എല്ലാ കാലഘട്ടത്തിലും ഇസ്രയേൽ നടത്തിയിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ ചാരസംഘടന അല്ലെങ്കിൽ രഹസ്യ അന്വേഷണ സംഘടന എന്നൊക്കെ ഔദ്യോഗികമായി പറയാമെങ്കിലും അതൊരു ചാരസംഘടനയാണ്. ആ ചാരസംഘടന പണ്ട് കാലങ്ങളിൽ നടത്തിയിട്ടുള്ള വലിയ ഓപ്പറേഷൻസ്, ചാരപ്രവർത്തികൾ ഇവർക്കൊരു പുത്തരിയല്ല. മിസ്രൈം വിട്ട് പുറത്തു വന്ന ഇസ്രായേൽ ചെങ്കടൽ കടന്ന് മരുഭൂമി യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ ആദ്യം 12 ഒറ്റുകാരെ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ വേണ്ടി പറഞ്ഞയച്ച സംഭവം നമുക്കെല്ലാം അറിയാം. മൊസാദിൻ്റെ പൂർവികരായിരുന്നു അവരെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. പിന്നീട് 40 വർഷത്തിന് ശേഷം ജോഷുവ എരിഹോ പട്ടണം ഒറ്റുനോക്കുവാൻ വേണ്ടി 2 ചാരന്മാരെ അയക്കുന്നു. ഒറ്റുകാർ എന്ന വേദപുസ്തകം വിളിക്കുന്നു. അവർ പോയി പാർത്തത് ഒരു വേശ്യാഗ്രഹത്തിൽ, രാഹാബ് എന്ന് പറയുന്ന ഒരു വേശ്യാഗ്രഹത്തിലാണ്. ആ സ്ത്രീയുടെ വീട്ടിലാണ് അവർ പോയി പാർത്തത്. കാരണം അധികം ആളുകളുടെ ശ്രദ്ധ ആ വീട്ടിലേക്ക് വരികയില്ല. പല ആളുകളും വന്നു പോയി നിൽക്കുന്ന ഒരു വീടായതുകൊണ്ട് അപരിചിതർ ആരെങ്കിലും വന്നാൽ ശ്രദ്ധിക്കപ്പെടുവാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് അന്നത്തെ ആ കാലഘട്ടത്തിലെ, ജോഷുവയുടെ കാലഘട്ടത്തിലെ 2 കാഞ്ഞ ബുദ്ധിയുള്ള ചാരന്മാർ, മൊസാദിൻ്റെ മുൻഗാമികളാണ് അവർ, യാതൊരു സംശയവുമില്ല. അങ്ങനെ ചാരപ്പണിക്ക് ഇസ്രായേൽ പണ്ട് മുതലേ അവർ പ്രസിദ്ധരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് മൊസാദിൻ്റെ ഭയങ്കര ബുദ്ധിയുടെ വിജയമാണ് നമ്മൾ കാണുന്നത്. കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്രയേലിന് ഇത്ര വലിയ ബുദ്ധി? എന്തുകൊണ്ടാണ് ഇസ്രയേലിന് ഇങ്ങനെയുള്ള വിജയങ്ങളിൽ അപ്രമാദിത്യം എന്ന കാര്യം ചർച്ച ചെയ്തേ മതിയാകുകയുള്ളൂ. അത് വളരെ അത്ഭുതകരമാകുന്ന ചില കാര്യങ്ങളാണ്. ഇടയ്ക്ക് ഒന്ന് പറയാം, ഇതിനകത്ത് ഒരു മലയാളിയുടെ കൈയുമുണ്ട് എന്ന് മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. മലയാളിയുടെ കൈ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ത്യൻ മാധ്യമങ്ങളുടെ വീഡിയോസിൻ്റെ താഴെ, ന്യൂസ് റിപ്പോർട്ടിങ്ങിൻ്റെ താഴെ ഞാൻ കമൻറ്റുകൾ ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. എല്ലാവരും വലിയ ഉത്സാഹത്തിലാണ്. ഇസ്രയേലിന് കീജയ് വിളിക്കുന്ന കമൻറ്റുകൾ വരെ ഞാൻ കണ്ടു.
മൊസാദിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ രഹസ്യ അന്വേഷണ വിഭാഗം പാഠങ്ങൾ പഠിക്കണം, അവർ ചെയ്ത ഭയങ്കര ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞുള്ള വലിയ ആവേശത്തോടുള്ള കമൻറ്റുകളാണ് ഓരോ വീഡിയോയുടെ താഴെയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പുരോഗമനം ഒക്കെ പ്രസംഗിച്ച് ഇസ്രായേലിന് എതിരെ വാതോരാതെ സംസാരിച്ചിരുന്നവർ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്ങളുടെ വീഡിയോയിൽ അസാധാരണമാകുന്ന ഈ ഓപ്പറേഷനെ പ്രകീർത്തിക്കുന്നതാണ് കണ്ടത്. മനുഷ്യാവകാശത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ഇസ്രായേലിനെ എതിർക്കുവാൻ ചില കോർണറുകളിൽ നിന്ന് ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയിൽ പോലും അതിനെക്കുറിച്ച് ഉള്ള ചർച്ചകൾ വന്നു. ഇസ്രായേലിനെതിരെ പ്രമേയം പാസ്സാക്കുവാൻ ഒക്കെ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ പല വൻ ശക്തികളും ലോകരാജ്യങ്ങളും അങ്ങനെയുള്ള ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നു. ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുവാൻ നമ്മുടെ ഇന്ത്യ പോലും ഒറ്റപ്പെടുത്തുവാൻ തയ്യാറായില്ല എന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇസ്രായേൽ ചെയ്തതിൻ്റെ ശരി തെറ്റുകൾ അവിടെ നിൽക്കട്ടെ. ഈ പേജർ ഓപ്പറേഷന് അല്ലെങ്കിൽ ഈ വോക്കി ഓപ്പറേഷന് വളരെ ശക്തമായ ചില ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇങ്ങനെയൊരു ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തുവാനുള്ള കാരണം ഈ പറഞ്ഞ തീവ്രവാദ ഗ്രൂപ്പുകൾ, ലെബനോനിൽ നിന്നുകൊണ്ട് ഇസ്രായേലിന് എതിരെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകൾ മൊബൈൽ ഫോൺ മുതലായ അത്യാധുനിക സംവിധാനങ്ങൾ ഇസ്രായേൽ ഹാക്ക് ചെയ്യുമെന്നുള്ള ഭയം കൊണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കുറേ പഴയ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, പേജർ പോലുള്ള സിസ്റ്റം ഉപയോഗിക്കുവാൻ തുടങ്ങി. അതായത് പേജർ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന സന്ദേശങ്ങൾ ഇസ്രായേൽ അത് ചോർത്തുകയില്ല, മൊസാദിൻ്റെ കയ്യിൽ അത് കിട്ടുകയില്ല എന്ന ഒരു ധൈര്യത്തിലാണ് പുതിയ ടെക്നോളജീസ് ഉപയോഗിക്കാതെ പഴയ ടെക്നോളജിയിലേക്ക് ഒന്ന് പിന്നിലേക്ക് ഇറങ്ങി ഈ പറഞ്ഞ തീവ്രവാദ സംഘടനകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഒരു കാര്യം എളുപ്പമായി. കാരണം തീവ്രവാദികളായ ആളുകൾ മാത്രമാണ് ഈ കാലഘട്ടത്തിൽ പേജർ ഉപയോഗിച്ചത്. കാരണം തീവ്രവാദ സംഘടനകൾ പ്രത്യേക നിർദ്ദേശം കൊടുത്തു. അതായത് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കുന്നവർ ഒരു കാരണവശാലും ആധുനിക സംവിധാനങ്ങളിലൂടെ മെസ്സേജസ് കൈമാറല് അവർ പേജർ ഉപയോഗിക്കണം. അങ്ങനെ വന്നപ്പോൾ ഈ കാലത്ത് സാധാരണക്കാരായ മനുഷ്യരൊന്നും പേജർ ഉപയോഗിക്കത്തില്ല. പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ആരും ചോർത്തരുത് എന്നാഗ്രഹിച്ച തീവ്രവാദികളായ ആളുകളാണ് ഈ പേജർ ഉപയോഗിച്ചത്. സാധാരണക്കാരായ ആളുകൾക്ക് മൊബൈൽ ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. കാരണം അവരുടെ സന്ദേശങ്ങൾ ഇസ്രായേലല്ല ആര് ചോർത്തിക്കൊണ്ടുപോയാൽ എന്ത് പ്രശ്നമുണ്ടാകാനാണ്. എന്നാൽ അങ്ങനെ സന്ദേശം ചോർത്തരുത് എന്ന് നിർബന്ധമുള്ളവർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തീവ്രവാദ സംഘടനയുമായി അതിൻ്റെ തായ്തടിയുമായി ബന്ധമുള്ള ശിഖരങ്ങളൊക്കെയാണ് പോക്കറ്റിൽ ഈ പറഞ്ഞ പേജർ ഇട്ടുകൊണ്ട് സഞ്ചരിച്ചത്. ഇസ്രായേലിന് കാര്യം എളുപ്പമായി. ഇസ്രായേൽ ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. ഈ പേജറുകളിൽ ബോംബ് കയറ്റി എങ്ങനെ ഇവരുടെ കയ്യിലെത്തിക്കാം. വിദഗ്ധമായ ഓപ്പറേഷനാണ് അവരതിനു വേണ്ടി ചെയ്തത്. തൈവാനിലുള്ള ഒരു കമ്പനിയുടെ ലോഗോ, പേജർ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ലോഗോ, അവരുടെ ബ്രാൻഡ് നെയിം ഉപയോഗിക്കുവാനുള്ള അനുവാദം യൂറോപ്പിലുള്ള ഒരു ഷെൽ കമ്പനി വാങ്ങിക്കുന്നു. ഷെൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ബോഗസ് കമ്പനിയാണ്. അങ്ങനെ ഒരു കമ്പനി ഒന്നുമില്ല. പേരിന് വേണ്ടി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനി വാങ്ങിക്കുന്നു. ആ കമ്പനിക്കാർ ഇസ്രായേൽ ഉണ്ടാക്കിയ പേജറിൻ്റെ മുകളിൽ ഈ തൈവാൻ പേജർ കമ്പനിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചത് ആ കമ്പനിയുടേതാണെന്നുള്ള വ്യാജേന എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ലെബനോനിൽ ഇപ്രകാരമുള്ള ആളുകളുടെ കയ്യിലേക്ക് ഇത് എത്തിക്കുന്നു. അവരിത് വാങ്ങിച്ചതാണ്, തൈവാൻ കമ്പനിയുടേതെന്ന് ചിന്തിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ മൊസാദ് ഒരുക്കിയ കെണിയായിരുന്നു. തൈവാൻ കമ്പനിയുമായിട്ട് ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് അനുസരിച്ച് പേജറുകൾ അവർ തന്നെ ഉണ്ടാക്കി അതിനകത്ത് ചെറിയ ബോംബുകൾ ഫിറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ തീവ്രവാദികളുടെ കയ്യിലെത്തിക്കുന്നു. കാരണം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സാമാന്യ ജനം ഒരിക്കലും ഈ പേജർ ഉപയോഗിക്കത്തില്ല ഈ കാലഘട്ടത്തിൽ. ചിലരൊക്കെ പറയുന്നത് കേൾക്കുവാനിടയായി തീർന്നു, ഇസ്രായേൽ സാമാന്യ ജനത്തെ, സാധാരണക്കാരെ എന്തിനാണ് ദ്രോഹിക്കുന്നത്? സാധാരണക്കാരെ അല്ല അവർ ടാർഗറ്റ് ചെയ്തത്. കാരണം സാധാരണക്കാർക്ക് ഒരു സ്മാർട്ട് ഫോൺ പിടിക്കുന്നതിലൊന്നും വലിയ ഭയമില്ല. കാരണം അവരുടെ രഹസ്യങ്ങൾ ചോർത്താനില്ല. പിന്നെ ആരാണ് ഈ പേജറുകളിൽ സന്ദേശം കൈമാറിയത്? ഈ ഒരു പ്രത്യേക പർപ്പസോടുകൂടെ പേജർ വാങ്ങിച്ചവർ. ഏത് പർപ്പസോട്? അവരുടെ സന്ദേശങ്ങൾ ഒരു കാരണവശാലും ഇസ്രായേൽ ഹാക്ക് ചെയ്യരുത് എന്ന പർപ്പസോട് പേജറുകൾ വാങ്ങിച്ചവരാണ് ഈ പറഞ്ഞ പേജറുകൾ ഉപയോഗിച്ചത്. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ ആളുകളുടെ കയ്യിലാണ് ഈ പേജറുകളെല്ലാം ചെന്നെത്തിയത്. ഇസ്രായേലിന് സംഗതി വളരെ എളുപ്പമായി. കാരണം അവരുടെ രാഷ്ട്രത്തിന് എതിരായിട്ട്, അവരുടെ രാഷ്ട്രത്തിൻ്റെ
സ്ഥിരതയ്ക്ക്, അവരുടെ രാഷ്ട്രത്തിനെതിരെ വരുന്ന ചലഞ്ചിനെ ഒതുക്കുക എന്നുള്ളത് അവരുടെ ധർമ്മമാണ്. അപ്പോൾ ഇസ്രായേൽ ചെയ്തത് പലപ്പോഴും മനുഷ്യാവകാശ ലംഘനമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ തന്നെ അവരുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധസമാനമാകുന്ന ഒരു ആക്ഷൻ അവരെടുത്തു. അതിൻ്റെ ശരിതെറ്റുകൾ ലോകരാഷ്ട്രങ്ങൾ ഇനിയും വിചിന്തനം ചെയ്യട്ടെ, ആ ഭാഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്താണെങ്കിലും അങ്ങനെ പേജറുകൾ, വോക്കിറ്റോക്കികൾ ആരുടെ കയ്യിലാണോ എത്തിയത്, കൃത്യമായിട്ട് അവരാരെയോ ടാർഗറ്റ് ചെയ്തോ ആരെയൊക്കെയോ ടാർഗറ്റ് ചെയ്തോ അവരുടെ കയ്യിൽ തന്നെ അത് പൊട്ടുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ ഇത് തീവ്രവാദത്തിന് എതിരെയുള്ള ഒരു ആക്രമണമാണെന്ന് വ്യാഖ്യാനിക്കാൻ ഇസ്രായേലിന് എളുപ്പമായി തീർന്നു. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇസ്രായേലിൻ്റെ ശക്തിയുടെ രഹസ്യം എന്താണ്? യാതൊരു സംശയവുമില്ല. ഇസ്രായേലിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവർക്കെതിരെ ഒരു ശക്തിക്കും ജയിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു ഇസ്രായേലിൻ 1000 പേരെ ഓടിക്കും എന്ന വചനമുണ്ട്. അതായത് അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഇസ്രായേലിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മലനായ ഗോലിയാത്തിനെ ഒരു കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയ ഇസ്രായേലിൻ്റെ രാജാവ് ഡേവിഡ്, അവൻ പ്രസിദ്ധനാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവാകുന്ന ശൗലിൻ്റെ മകൻ യോനാഥാൻ ഫിലിസ്തീയ സൈന്യത്തിനെതിരെ ഒറ്റയ്ക്ക് കയറിപ്പോയി യുദ്ധം ചെയ്ത് ജയിച്ചവനാണ്. ഇസ്രായേലിൻ്റെ ഒറ്റ ഒരാൾ 1000ങ്ങളെ നേരിടുവാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും കരുത്തരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലപ്പോഴും ഇസ്രായേൽ ജയിച്ചിട്ടുള്ളതൊക്കെ മനസ്സിൻ്റെ ബുദ്ധിയുടെ കരുത്തുകൊണ്ടാണ്. അസാധാരണ ബുദ്ധി വൈഭവമാണ് ഈ കൂട്ടർക്കുള്ളതെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത് ബൈബിൾ അവർക്ക് ഉറപ്പ് കൊടുക്കുന്ന ചില വാഗ്ദത്തങ്ങളും ബൈബിൾ അവർക്ക് ഉറപ്പ് കൊടുക്കുന്ന ചില അവകാശങ്ങളുമാണ്. ബൈബിൾ അവർക്ക് ഉറപ്പ് കൊടുക്കുന്ന വളരെ ശക്തമായ ഒരു വാഗ്ദത്തമാണ്. ദൈവം അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. നിങ്ങളെ തൊടുന്നവർ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണ് ആ ജനതയെ തൊടുന്നത്. ദൈവജനം എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ജനതയെ തൊടുന്നതെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബൈബിളാണ് ശരിക്കും ഇസ്രായേലിൻ്റെ അസാധാരണ കരുത്തിൻ്റെ പിന്നിൽ, അസാധാരണ ജയങ്ങളുടെ അസാധാരണ ബുദ്ധി വൈഭവത്തിൻ്റെ പിന്നിൽ ബൈബിളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇസ്രായേൽ ബൈബിളിൻ്റെ ജനമാണ്, ബൈബിളിൻ്റെ മക്കളാണ്. ഇസ്രായേൽ ബൈബിളിൻ്റെ മക്കളായതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള വിജയങ്ങൾ കരസ്ഥമാക്കുന്നത്. ആരാണ് ഇസ്രായേലിനെ ബൈബിളിൻ്റെ മക്കൾ അല്ലെങ്കിൽ വേദത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് സ്ക്രിപ്ചർ എന്ന് വിളിച്ചത്? അത് വേദപുസ്തകത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ള ഒരു വാക്ക് അല്ല. വേദപുസ്തകത്തിനകത്ത് ഇസ്രായേൽ ജനതയെ ദൈവജനമെന്നോ ദൈവത്തിൻ്റെ മക്കളെന്നോ ഒക്കെ വിളിക്കുമ്പോൾ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ ജനം എന്ന്, ഗോഡ്സ് ചിൽഡ്രൻ എന്നൊക്കെ ഈ ഇസ്രായേൽ ജനത്തെ വിളിക്കുമ്പോൾ വളരെ വ്യത്യസ്തമാകുന്ന ഒരു പദത്തിലൂടെയാണ് ഖുറാൻ ഈ ഇസ്രായേലിനെ വിളിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ യഹൂദന്മാരെയോ ക്രിസ്ത്യാനികളെയോ ഒക്കെ വിളിച്ചിട്ടുള്ളത്, അവരെ വിളിച്ചിട്ടുള്ള പേര്, ഖുറാനിൽ വിളിച്ചിട്ടുള്ള പേരാണ് പീപ്പിൾ ഓഫ് സ്ക്രിപ്ചർ, അതായത് വചനത്തിൻ്റെ ജനം, ദൈവവചനത്തിൻ്റെ ജനം, ബൈബിളിൻ്റെ ജനം. അപ്പോൾ ഖുറാനിൽ കൂടെ തന്നെ പറഞ്ഞ ഒരു പദമാണ് ഞാൻ കടമെടുത്തിരിക്കുന്നത്. ദേ ആർ ദ പീപ്പിൾ ഓഫ് സ്ക്രിപ്ചർ. അവർ വചനത്തിൻ്റെ ജനമാണ്. മറ്റൊരു ഭാഷയിൽ അവർ ബൈബിളിൻ്റെ ജനമാണ്. ആ ബൈബിളിൻ്റെ പ്രവചനങ്ങൾ, ആ ബൈബിൾ കൊടുത്ത വാഗ്ദത്തങ്ങളാണ് ഇസ്രായേലിൻ്റെ കരുത്തെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ പ്രശസ്തമാകുന്ന ഒരു കഥയുണ്ട്. പേർഷ്യയിലെ മഹാനാകുന്ന ഫെഡറിക് രാജാവ് ഒരിക്കൽ തൻ്റെ ഡോക്ടറോട്, തൻ്റെ ഫിഷുകാരനോട് താൻ ചോദിച്ചു, ബൈബിൾ ദൈവനിശ്വാസ്യമാണെന്നുള്ളതിൽ എന്താണ് തെളിവ്? അല്ലെങ്കിൽ ദൈവം ഉണ്ടെന്നുള്ളതിൽ എന്താണ് തെളിവ്? ആ ഡോക്ടറുടെ മറുപടി, പേർഷ്യൻ കിങ് ഫെഡറിക് ദ ഗ്രേറ്റ് അവനോട് തൻ്റെ ഡോക്ടർ പറഞ്ഞ ഉത്തരം, ബൈബിൾ ദൈവനിശ്വാസ്യമാണെന്നുള്ളതിൽ എന്ത് തെളിവ്? ദൈവം ഉണ്ടെന്നുള്ളതിൽ എന്ത് തെളിവ് എന്ന ചോദ്യത്തിന് തൻ്റെ ഡോക്ടർ ഫെഡറിക് രാജാവിനോട് പറഞ്ഞ ഉത്തരം ഒറ്റ വാക്ക്, യഹൂദൻ എന്ന ജാതി ദൈവം ഉണ്ടെന്നുള്ളതിൽ തെളിവാണ്. യഹൂദൻ എന്ന് പറയുന്ന
ജാതിയും ഇസ്രായേൽ എന്ന രാഷ്ട്രവും വേദപുസ്തകത്തിൻ്റെ ദൈവനിശ്വാസ്യതയ്ക്ക്, വേദപുസ്തകം ദൈവനിശ്വാസ്യമാണ് അല്ലെങ്കിൽ ദൈവത്താൽ രചിതമാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. അതാണ് യഹൂദൻ്റെ ചരിത്രം, അതാണ് ഇസ്രായേലിൻ്റെ ചരിത്രം. കഴിഞ്ഞ 3500 വർഷത്തെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ ചരിത്രം നാം പഠിച്ചാൽ, അതായത് ഞാൻ മോശയുടെ കാലം മുതൽ കണക്ക് പറയുകയാണ്, ആ കാലഘട്ടം മുതൽ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ ഒരു ജനതയായി, ഒരു രാഷ്ട്രമായി അവർ യുദ്ധങ്ങൾ ചെയ്ത് ദേശങ്ങൾ പിടിച്ചെടുത്ത് വളർന്നു വന്ന ആ കാലഘട്ടം മുതൽ ഇന്നുവരെയുള്ള ഇസ്രായേലിൻ്റെ ചരിത്രം നാം പഠിച്ചാൽ, ഈ 3500 വർഷങ്ങളിൽ ഒരിക്കൽ പോലും ലോക രാഷ്ട്രങ്ങൾ, ജാതികളുടെ ദേശങ്ങളെന്ന് വേദപുസ്തകം വിളിക്കും, ഇസ്രായേലിനെ കുറിച്ച് ചർച്ച ചെയ്യാത്ത ഒരു കാലഘട്ടവുമില്ലായിരുന്നു. ചില സമയങ്ങളിൽ അവർക്ക് രാഷ്ട്രം പോലുമില്ലായിരുന്നു. രാജ്യം നഷ്ടപ്പെട്ട് അനാഥരായി ലോകത്തിൻ്റെ പല ഭാഗത്തും ചിതറിക്കിടക്കുമ്പോൾ പോലും ലോകം അവരെക്കുറിച്ച് ചർച്ച ചെയ്തു. അതാണ് ഇസ്രായേലിൻ്റെ ശക്തി, അതാണ് യഹൂദൻ എന്ന ജനതയുടെ ഉൾക്കരുത്ത്, അതാണ് അവരുടെ ബലം എന്ന് പറയുന്നത്. കാരണം യഹൂദൻ വളരെ ആഴത്തിൽ വേരുറച്ച ഒരു ഒലിവ് വൃക്ഷമാണെന്ന് ബൈബിൾ പറയുന്നു. ഒലിവ് വൃക്ഷത്തെ അതിൻ്റെ വേരുകളോട് പിഴുത് നശിപ്പിക്കുക ബുദ്ധിമുട്ടാണ്. യഹൂദനെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ചിതറിച്ചെങ്കിലും അവൻ്റെ വേരുകൾ എപ്പോഴും ശക്തമായിരുന്നു. ഇത് വേദപുസ്തകം നൽകുന്ന പാഠമാണ്, വ്യാഖ്യാനമാണ്. ലോകത്തിൽ പല ശക്തികൾ യഹൂദനെ തുടച്ചു മാറ്റുവാൻ ശ്രമിച്ചു. അതാണ് ചരിത്രം. പല പ്രാവശ്യം പല ദേശങ്ങൾ അവരെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ബാബിലോണിലും അസീറിയയിലും ഒക്കെ അവർ അടിമകളായി കഴിഞ്ഞു. മിസ്രൈമിൽ അതിനു മുമ്പേ അവർ അടിമകളായി കഴിഞ്ഞു. ഒത്തിരി അടിമത്തങ്ങൾ, ഒത്തിരി പ്രവാസങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും വേദപുസ്തകം പറയുന്നു, ഒരു മരം വെട്ടിക്കളഞ്ഞാലും ഒരു കുറ്റി ശേഷിക്കുന്നത് പോലെ യാക്കോബിൻ്റെ കുറ്റി, യഹൂദൻ്റെ കുറ്റി ശേഷിക്കും എന്ന് ഈ ബൈബിൾ പറഞ്ഞു. വെട്ടിക്കളഞ്ഞാലും പൊട്ടിക്കിളിർക്കുന്ന ഒരു സ്വഭാവം യഹൂദനുണ്ട് എന്ന് വേദപുസ്തകം പഠിപ്പിച്ചു. പിന്നെ ചരിത്രത്തിൽ നമ്മൾ കണ്ടത് ഹിറ്റ്ലറിനെ പോലെയുള്ള ആളുകൾ യഹൂദ വംശത്തെ തുടച്ചു നീക്കുവാൻ നടത്തിയ ശ്രമങ്ങളാണ്. 60 ലക്ഷം യഹൂദന്മാർ ഗ്യാസ് ചേംബറിൽ പിടഞ്ഞു മരിച്ചപ്പോൾ, ഒന്നും രണ്ടുമല്ല, 60 ലക്ഷം. എത്ര കൂറ്റൻ ഭീകരമായ സംഖ്യയാണെന്നറിയാമോ? 60 ലക്ഷം യഹൂദന്മാർ ഗ്യാസ് ചേംബറുകളിൽ പിടഞ്ഞു മരിച്ചെങ്കിൽ അതിലൊക്കെ പല മടങ്ങ് ആളുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ചാകാതെ ചത്തു, അസ്ഥിപഞ്ജരങ്ങളായി മണ്ണിൽ മറഞ്ഞു. പക്ഷേ യഹൂദനെ മറയ്ക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ഈ വേദപുസ്തകം പറഞ്ഞു, ഒരു ശേഷിപ്പ് മടങ്ങി വരും. ഏത് കാലഘട്ടത്തും ഒരു പിടി ജനത ബാക്കി നിൽക്കും. അവർ മതി, അവർ ഒരുവൻ ആയിരങ്ങളെ ഓടിക്കുവാൻ പ്രാപ്തനാണ്. ഇങ്ങനെയാണ് സഖര്യാവ് എന്ന പ്രവാചകൻ പ്രവചിച്ചത്. അവരിൽ ഏറ്റവും ദുർബലനായവൻ ദാവീദിനെ പോലെ എന്ന് പറഞ്ഞാൽ 10,000 പേരെ ഓടിക്കുവാൻ ദാവീദ് 10,000 ഓടിച്ചവനാ കേട്ടോ. കാരണം ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 എന്ന് ദാവീദിനെ കുറിച്ച് പാട്ടുകൾ ഉണ്ടായിരുന്നു. 10,000 ഓടിക്കുവാൻ അവരിൽ ദുർബലൻ കരുത്തനാണ്, അവരിൽ ശക്തൻ ദൈവദൂതനെ പോലെ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളെ ഓടിക്കുവാൻ അവരിൽ ശക്തൻ കരുത്തനാണ്. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെയുള്ള കരുത്തനായ രാഷ്ട്ര തലവന്മാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അസാധാരണമാകുന്ന ശക്തിയോടുകൂടെ, കരുത്തോടുകൂടെ യഹൂദൻ ഇന്നും തൻ്റെ അസ്തിത്വം ഉറപ്പിക്കുകയാണ്. ലോകത്തിലെ ഒരു ശക്തിക്കും യഹൂദനെ തളയ്ക്കുവാൻ കഴിയില്ല, അവൻ്റെ ബുദ്ധിയെ തളയ്ക്കുവാൻ കഴിയില്ല എന്ന് യഹൂദൻ തൻ്റെ പ്രവൃത്തിയിലൂടെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. ഇതൊക്കെ വേദപുസ്തകത്തിൻ്റെ ദൈവനിശ്വാസ്യതയ്ക്ക്, വേദപുസ്തകം സത്യമാണെന്ന് തെളിയിക്കുന്ന തെളിവുകളാണ്. നിങ്ങൾക്കറിയാമോ, ഈ ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ് ഒക്കെ അതിശക്തമായപ്പോൾ ബോംബെയിലെ ഒരു വലിയ ഹോസ്പിറ്റലിലെ ഒരു വലിയ ഡോക്ടർ ആ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ആ നേഴ്സിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്തതെന്നറിയാമോ? അദ്ദേഹം നോക്കിയപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് പല മാധ്യമങ്ങളും ബൈബിളിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കൗതുകം തോന്നി. തൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനി നേഴ്സിനെ കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു പ്രീസ്റ്റിൻ്റെ നമ്പർ വേണം, കാരണം എനിക്ക് ഈ ഇസ്രായേലിനെ കുറിച്ച് പഠിക്കണം.
അന്ന് മുതൽ കുറേ മാസങ്ങളായി കേട്ടോ, കഴിഞ്ഞ വർഷം ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ തുടങ്ങുന്ന സമയം മുതൽ ഞാൻ ഈ ഡോക്ടർക്ക് മെസ്സേജുകൾ ഇടുകയാണ്. ഞാൻ ഈ ഡോക്ടർക്ക് എന്തുകൊണ്ട് യഹൂദനെ തോൽപ്പിക്കുവാൻ കഴിയുന്നില്ല, വേദപുസ്തകം യഹൂദനെക്കുറിച്ച് നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്ന് ആ ഡോക്ടറോട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അസാധാരണമാകുന്ന ഒരു കൗതുകമാണ് ലോക ജനതയ്ക്കകത്ത് യഹൂദനെക്കുറിച്ച് ബൈബിൾ പഠിക്കുവാനൊക്കെ ഇതുകൊണ്ടൊക്കെ തന്നെ ഇടയായി തീർന്നിട്ടുള്ളത്. ഒരു കാര്യം മറക്കാൻ പാടില്ല, ഞാൻ പറഞ്ഞല്ലോ, പീപ്പിൾ ഓഫ് സ്ക്രിപ്ചർ എന്ന് യഹൂദനെക്കുറിച്ച് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ ഖുർആൻ അനുധാവനം ചെയ്യുന്ന ആളുകൾ ഒന്നും കണ്ടുപിടിക്കാത്ത അസാധാരണ കണ്ടുപിടുത്തങ്ങൾ ആണ് യഹൂദൻ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ കണ്ടെത്തലുകൾ, ലോകത്തിലെ അതായത് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള, പേജർ ഉൾപ്പെടെയുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ, പുതിയ കണ്ടെത്തലുകളൊക്കെ യഹൂദൻ്റെ കാഞ്ഞ ബുദ്ധിയിൽ വിരിഞ്ഞതാണ്. അവർ പീപ്പിൾ ഓഫ് ബൈബിൾ ആയതുകൊണ്ട്, സ്ക്രിപ്ചറിൻ്റെ, വേദത്തിൻ്റെ മക്കളായതുകൊണ്ട്, പീപ്പിൾ ഓഫ് സ്ക്രിപ്ചർ ആയതുകൊണ്ട് അവർക്കുള്ള അസാധാരണ ബുദ്ധിയാണ് അതിൻ്റെ പിന്നിൽ എന്ന് നാം മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ. യഹൂദൻ കണ്ടുപിടിച്ചതുപോലെ ഒരു കണ്ടെത്തലുകളും ലോകത്തിലുള്ള മറ്റൊരു ജനതയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് അവർ പീപ്പിൾ ഓഫ് സ്ക്രിപ്ചർ അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ, ബൈബിളിൻ്റെ ജനമാണെന്നുള്ളതിന് ഉറച്ച തെളിവാണ്. പറയാൻ ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട്. ചരിത്രം തീർന്നിട്ടില്ല. ചരിത്രം, ഈ കഥകൾ ഇനിയും തുടരും. യഹൂദൻ എന്നും ഒരു അത്ഭുതമായി ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കും. അത് യഹൂദനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ദൈവം അവരിലൂടെ അവൻ്റെ നാമം തെളിയിക്കുമെന്ന് ലോകരാഷ്ട്രങ്ങൾ ഒരു ജീവനുള്ള ദൈവം ഉണ്ടെന്ന് യഹൂദനിലൂടെ കാണുമെന്ന് യെഹെസ്കേൽ 36 അധ്യായം എഴുതി വച്ചിരിക്കുന്നു. എന്താണ് യെഹെസ്കേൽ 36 അധ്യായത്തിൽ പറഞ്ഞത്? ഞാൻ നിങ്ങളിലൂടെ എൻ്റെ നാമത്തെ മഹത്വീകരിക്കും എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന് ലോകത്തിലെ സകല ജാതികളും കാണത്തക്കവണ്ണം യഹൂദനിലൂടെ വെളിപ്പെടുന്ന ഒത്തിരി ദൈവപ്രവർത്തികൾ ഇനിയും ചരിത്രത്തിൽ നാം കാണാൻ ഇരിക്കുന്നതേയുള്ളൂ. ഇനിയും ഒത്തിരി ചരിത്രം എഴുതുവാൻ ബാക്കി വച്ചിരിക്കുന്നു. ആ ചരിത്രങ്ങൾ കാണുവാൻ നാം എത്ര പേർ ഈ ഭൂമിയിൽ ശേഷിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ചരിത്രത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സംഭവങ്ങൾ അത് ഈ ഭൂമിയിൽ നടക്കുന്നതിന് മുമ്പേ യഹൂദനെക്കുറിച്ച് വേദപുസ്തകം നടത്തിയിട്ടുള്ള പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണം, ഒരു ക്ലൈമാക്സ് എത്തുന്നതിന് മുമ്പേ വേദപുസ്തകം പറയുന്നു, സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഞാനും എടുക്കപ്പെടും. അല്ല, അന്ന് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് എൻ്റെ തമ്പുരാനോടൊപ്പം ഞാനും എടുക്കപ്പെടും. പിന്നെയും കഥ തുടരുക തന്നെ ചെയ്യും. അന്ന് ആ കഥയുടെ ബാക്കി ഭാഗങ്ങൾ ഒന്നുകിൽ സ്വർഗത്തിലിരുന്ന് നമുക്കൊക്കെ കാണാം, അല്ല സഭയോടുകൂടെ എടുക്കപ്പെടാതെ ഈ ഭൂമിയിൽ ശേഷിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ജീവനോടുണ്ടെങ്കിൽ ചരിത്രത്തിൻ്റെ ബാക്കി പാഠങ്ങൾ അന്ന് പഠിച്ചുകൊള്ളുക. പാഠഭേദത്തിൽ ഇത്രയും പാഠങ്ങൾ പഠിപ്പിച്ചു എന്ന് മാത്രം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.